എല്ലാവർക്കും അറിയുന്ന ജിസേൽ എവിക്റ്റായി പോയിരിക്കുകയാണ്. എവിൻ ഓൾറെഡി ഇന്നായി. അത് കഴിഞ്ഞ് നമ്മുടെ ആദിലയും ജിസേലും ഉള്ളായിരുന്നു. ജിസേലിൽ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. ആദിലയ്ക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പോകുന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അനുമോളും ആര്യനും അവർ സുഹൃത്തുക്കൾ വന്നു. അവരോട് കാര്യങ്ങളൊക്കെ പറയാൻ ബിഗ് ബോസ് പറഞ്ഞു. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആര്യനോട് ചോദിച്ചു ജിസേലോട്. അപ്പം പറഞ്ഞു ഇതൊരു അവസാനമായിരിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ അനുമോൾ പറഞ്ഞു എനിക്ക് ആദിലെ നല്ലൊരു സുഹൃത്താണ് നൂറേക്കാട്ടിൽ, അതെന്നും നിലനിൽക്കണം, വെളിയിൽ പോയാലും അത് നിലനിർത്തും എന്നൊക്കെ നമ്മുടെ അനുമോൾ ആദിലെക്കുറിച്ച് പറയുന്നു. നൂറ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, കാരണം ആദിലെ പോകുന്നുള്ള ഉറപ്പിച്ചാണ് അവിടെ ഇരുന്നത്. അതിനുശേഷം വെളിയിൽ വന്നപ്പോഴത്തേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, പ്രധാന വാതിലൂടെ ഇന്നായവർ അകത്ത് വരും, എവിറ്റ് ആയവർ ലാലേട്ടൻ്റെ അവിടെ പോകുമെന്ന്. അപ്പോഴത്തേക്കും എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഭയങ്കര ടെൻഷനായിരുന്നു, ആര് വരും ഒക്കെ ഓർത്ത്. അപ്പോഴാണ് നമ്മുടെ ആദില വന്നത്. അപ്പോൾ അനുമോൾക്ക് ഒരുപാട് സന്തോഷമായി, കാരണം ഒരുപാട് കെട്ടിപ്പിടിച്ച് അതിൽ ഓടിച്ചെന്ന് നൂറെ കെട്ടിപ്പിടിച്ച് ഒരുപാട് സന്തോഷമായി. പക്ഷെ നമ്മുടെ ആര്യനാകെ തകർന്നു പോയി, വാഷ്റൂമിലോട്ട് ഓടിപ്പോയി, ഒരുപാട് പൊട്ടിക്കരഞ്ഞു, നന്നായിട്ട് കരഞ്ഞു, നല്ല രീതിയിൽ കരഞ്ഞു. എല്ലാവരും ആശ്വസിപ്പിക്കാനൊക്കെ വന്നു. അക്ബർ പറഞ്ഞു കരയണ്ട. പിന്നെ ഷാനവാസും എല്ലാവരും വന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞിട്ട് പുള്ളി ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ്, കാരണം നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. ആര്യൻ നല്ല ഒറിജിനലായിട്ടുള്ളൊരു ഫീലിംഗ് ആണെന്ന് എനിക്ക് തോന്നിയത്. നന്നായിട്ട് കരഞ്ഞു. ഷാനവാസൊക്കെ വന്നു. അത് കഴിഞ്ഞ് പുള്ളിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല, പുറത്ത് പോയിരിക്കുന്നു, വാഷ്റൂമിൻ്റെ ഇവിടെ കരയുന്നു. എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. സത്യം